അടിപൊളി വികാസം പറയൂ. പ്രസവിച്ചാണ്. പ്രസവിച്ച ജേഴ്സിയാണ് അല്ലേ? അതെ അതെ, പ്രസവിച്ചത് ഇന്നലെയാണ്. നല്ല ജേഴ്സിയാണ്. എന്താണ് വില? എന്താണ് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അവരൊക്കെ നല്ല പറയും. പക്ഷെ നമുക്കൊരു 60-62 ആ റേഞ്ചിലൊക്കെ ആ റേറ്റിൽ എടുക്കാൻ പറ്റും. സാധാരണ വീടുകളിലേക്കൊക്കെ അതെ അതെ അതെ. ഇത് വന്നിട്ട് നമ്മ തമിഴ്നാട് ഗ്രാമങ്ങളിലുള്ള പശുക്കളാണ്. ഇത് നമ്മുടെ അമ്മച്ചി നോക്കിക്കോളും. അമ്മ വീഡിയോയില് പോടാങ്ങളെ അത് എന്നെ കണ്ണമ്മ, അത് പശുക്കുട്ടിയാണെന്ന് പറയുന്നത്. പശുക്കുട്ടിയാണ്. അതെ അതെ. ശരി. അപ്പൊ ഗ്രാമങ്ങളിൽ കൂടെ എടുത്താലേ കർഷകർക്കും വലിയ ലാഭം ഉണ്ടാവും. അതെ 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 അതെ. നമ്മ ഗ്രാമങ്ങളിൽ കൂടെ വീടുകളിൽ കൂടെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു തോട്ടമാണ്. അപ്പൊ തോട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ കുറച്ച് പശുക്കളുണ്ട്, പ്രസവിച്ചതുകൊണ്ട് 1-2 ചെനയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മ നോക്കിയിട്ട് വാങ്ങിക്കൊടുക്കും. അത് നല്ല ആമാ. ശരി ശരി. ഇതാണ് ഇതിന്റെ ഉടമസ്ഥൻ അല്ലേ? അതെ, അമ്മയാണ്. അമ്മയുടെ മകനുണ്ട്, ആള് വന്നിട്ടില്ല. നമ്മുടെ ഫ്രണ്ടാണ്. നമുക്ക് പശുക്കൾ വന്ന വീഡിയോ ഇട്ട് തരും, കൊടുക്കാണെങ്കിൽ പറയും. അങ്ങനെയൊക്കെയാണ്. പശുക്കൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ട്? തീർച്ചയായിട്ടും. നമ്മള് പാലക്കാടും തന്നെ അതുപോലെ തന്നെ തമിഴ്നാടും നമുക്ക് ഒരുപാട് പശുക്കളുണ്ട്. പ്രസവിച്ചത് അതുപോലെ ചേന ഒക്കെ നമുക്ക് ഒരുപാട് പശുക്കളുണ്ട് നിലവിൽ. ഇതിന് എത്ര ലിറ്റർ പാലാണ് പറയുന്നത്? ഇത് 2 നേരം കൂടെ അവര് വന്നിട്ട് ഒരു 18 ലിറ്റർ പാല് പറയുന്നുണ്ട്. എന്റെ കണക്കൂട്ടിൽ ഒരു 15-16 ലിറ്റർ പാല് കിട്ടും. അതിനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാമ്പൊക്കെ നല്ല കാമ്പുകളാണ്, നല്ല സ്വഭാവമാണ്. അതെ അതെ, നല്ല സ്വഭാവം. കറക്കണ പശുവായിരിക്കും അല്ലേ? വീട്ടിൽ കറക്കണാണ്. 6 പല്ലാണ്, 2ാമത്തെ പ്രസവമാണ്. അല്ല, ഇവരൊക്കെ കറക്കുന്ന പശുവായിരിക്കും. നമ്മുടെ അമ്മച്ചിമാര് കറക്കണത്, വയസ്സായ ആൾക്കാരെ ഇവരെ കറക്കണത്. കുഴപ്പങ്ങൾ വരില്ല. ഇതിന്റെ തോട്ടത്താണ് മറ്റേ നോക്കണത്. കുഴപ്പമില്ല, നല്ലതാ, നയിച്ച് തോലും. നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെ തെരഞ്ഞു പോയി എടുക്കണം. കേരളത്തിലെ കർഷകർ ആൾക്കാർ വരുമ്പോ ഇതുപോലത്തെ പശുക്കൾ എടുത്തു കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ എടുത്തു കൊടുക്കും. ശരി ശരി.